കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപ ഉള്ളിടത്താണ് മഹത്വം ഉണ്ടാകുന്നത്. വിനയം ഉള്ളിടത്താണ് കൃപയുണ്ടാകുന്നത്. കൃപയും മഹത്വവും പോലെ തന്നെയാണ് വിനയവും മഹത്വവും. കർത്താവ്, നിൻ്റെ ഉന്നതമായ ഞങ്ങളെ വിനയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം കാണുന്നുണ്ട്. പലപ്പോഴും അവിടെയെല്ലാം കൃപയാർജിക്കാൻ വേണ്ടി നിൻ്റെ വചനത്തിന് അനുപേക്ഷണമായി അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് മഹത്വം പ്രാപിക്കാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഏകജാതി നൽകിയ മഹത്വത്താൽ നമ്മൾ മഹത്വീകരിക്കപ്പെടാൻ ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ ഭൗതികമായ വഴികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് ഇടപെടുന്ന കട്ടുമുട്ടുന്ന കടകൾ, കമ്പോളങ്ങൾ, ക്രയവിക്രയങ്ങൾ അങ്ങനെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കയറിയിറങ്ങുന്ന ഓഫീസുകൾ, ആശുപത്രി പോകുന്നവരുടെ ആശുപത്രിയും അതിൻ്റെ ഡയഗ്നോസിസും, ഡോക്ടറിനെ കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ എല്ലാവിധ രോഗവിവരണങ്ങളും, രോഗനിശ്ചയവും അതിന് മരുന്നിൻ്റെ കുറിപ്പടികളും പ്രിസ്ക്രിപ്ഷനും എല്ലാം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നിറയാൻ വേണ്ടി കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയെ നീ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ്, ഇന്നത്തെ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കട്ടെ. Lord, infuse the spirit of power and grace.